ദൈവപുത്രനായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ള എല്ലാ കത്തോലിക്ക സന്യാസ പൗരോഹിത്യ ജീവിതങ്ങളും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം സ്ഥാപിക്കുന്നവരാണെന്ന് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമർപ്പിത സമൂഹങ്ങളുടെ കൂട്ടായ്മയായ CRI കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. കത്തോലിക്ക സഭ സമാധാന വർഷം ആചരിക്കുന്ന 2026 വർഷത്തിൽ ലോകം മുഴുവൻ സമർപ്പിതർ സമാധാന സ്ഥാപകരും സമാധാന പാലകരുമാണെന്ന് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. നിങ്ങളെല്ലാവരും സമാധാന കാംക്ഷികളും സമാധാന പാലകരുമാണ്, സമാധാനം പ്രദാനം ചെയ്യുന്നവരുമാണ്. എന്നെ ആദ്യമായി തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം രൂപതകളിൽ കോതമംഗലം, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ, വിജയപുരം രൂപതകളിലെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല. സംതൃപ്തി ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ വരില്ല. നിങ്ങൾ സംതൃപ്തരാണ്, സന്തോഷമുള്ളവരാണ്, സമാധാനമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടായ്മയിൽ വരുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും സമർപ്പിതരെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. ഒരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ ആ ഇടവകയിലെ സമർപ്പിതരുടെ ശുശ്രൂഷ കാണുമ്പോൾ സന്തോഷമാണ്. അപ്പം അങ്ങനെ സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുന്നവർ, നിങ്ങൾ വ്രതവാഗ്ദാനത്തിന് മുമ്പ് അല്ലെങ്കിൽ വെസ്റ്റേഷൻ സമയത്ത് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സമർപ്പിത ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം. ഉറക്കെ പറയുന്നതല്ല അത് മുന്നാസ്വാദനം എന്നുള്ളത്. ഇപ്പം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെല്ലുമ്പോഴും കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇപ്പോൾ നമുക്ക് സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം ഇവിടെ ഉണ്ടെങ്കിൽ അവിടെയും കിട്ടും, ഇവിടെ ഇല്ലെങ്കിൽ അവിടെയും കിട്ടിയല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം ഇത് 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അധികാരികളുള്ള വിധേയത്വം. അധികാരം ദൈവം നൽകുന്നതാണ്. അധികാരികൾ ദൈവേഷ്ടപ്രകാരം തങ്ങൾ കേൾപ്പിക്കപ്പെട്ടവരെ നയിക്കേണ്ടവരാണ്. അപ്പോൾ അധികാരം ഏത് തരത്തിലുള്ള അധികാരമാണെങ്കിലും ദൈവദത്തമാണ്. അതിനോട് വിധേയപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്രതവാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആദ്യം വച്ചിരിക്കുന്ന ഏതാ? അനുസരണം. അതിന് ചെറിയ പ്രശ്നമുണ്ട്, എന്നറിയാവോ? ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ സ്ഥലത്തും പ്രധാനപ്പെട്ടതാണ്. കൊച്ചുകുട്ടി പറയും എൻ്റെ സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ഫ്രീഡം. ആ ഇൻഡിവിജ്വൽ ഫ്രീഡം കുറെ കഴിയുമ്പോൾ ഈഗോ ആയി തീരും. ഈഗോ ആയി തീരുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമർപ്പിത ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം വളരെ അമിതമായിട്ട് എടുക്കുന്നു, അത് ഈഗോയായി തീരുന്നു. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് വരുന്നു. രണ്ടാമത് വന്നിരിക്കുന്ന അധികാരികളുടെ വിധേയത്വത്തിൽ കഴിഞ്ഞ് രണ്ടാമതിരിക്കുന്ന പരസ്പര സ്നേഹമാണ്. നമുക്കറിയാം, പരസ്പര സ്നേഹമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. ദൈവസ്നേഹവും പരസ്നേഹവും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടുള്ള അതിനു വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്, സ്നേഹമില്ലെങ്കിൽ സമാധാനവുമില്ല. അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം സമാധാനം നമ്മൾ അനുഭവിക്കുന്നു, അത് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരാണ്. പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകും. പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. കാരണം ഇപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ വന്നുകൊണ്ടിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ ശക്തികൾക്കെതിരായിട്ട് നാം പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കേണ്ടിയിരിക്കുന്നു. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ഏതാണ്? അന്ധകാരത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കരുത്, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കണം. പൗലോസിനെ പലപ്പോഴും പറയുന്നതാണത്. പ്രകാശത്തിൻ്റെ മക്കളെ പോലെ ജീവിച്ച് പ്രകാശം പരത്തുന്നവരായി തീരണം. നാം ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തിന് പ്രകാശം നൽകുന്നവരായി തീരണം. പ്രകാശം വരുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. നമുക്കറിയാം, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതാണ്, ചന്ദ്രന് സ്വയം പ്രകാശമില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രകാശം ചന്ദ്രന് കിട്ടുന്നത്? സൂര്യനിൽ നിന്നും പ്രതിഫലിപ്പിച്ചുള്ള ആ പ്രകാശമാണ് ഭൂമിക്ക് കൊടുക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മളും പ്രകാശം പരത്തുന്ന വ്യക്തികളായി തീരണം. ദൈവത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചാൽ മാത്രമേ നാം പ്രകാശം പരത്തുന്ന വ്യക്തികളായി തീരുകയുള്ളൂ. വേറെ ഒരിടത്തുനിന്നും പ്രകാശം കിട്ടില്ല. നമ്മൾ പ്രകാശത്തിൻ്റെ
പ്രകാശം പ്രസരിപ്പിക്കുന്ന വ്യക്തികളായി തീരുക എന്നുള്ളതാണ്. CMI കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ മലങ്കര രൂപത ബിഷപ്പ് യൂഹാനോൻ മാർ തിയഡോഷ്യസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. എത്രയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാ സമർപ്പിതരും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സുഗന്ധമാണെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സമൂഹത്തിനും അതിൻ്റെതായ തനതായ ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. പീസ് മേക്കേഴ്സ്, സമാധാന പാലകർ. ഈ കാലഘട്ടത്തിൽ നമ്മൾ സമാധാന പാലകർ, പ്രത്യേകിച്ച് റിലീജിയസ് ആകണമെന്നുള്ളതിന് വ്യക്തമായ ഒരു ചിത്രം ഈ കാലഘട്ടം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. എന്താണ്? 2024-25 കാലഘട്ടത്തിൽ ലോകത്തിൽ 4849 പേര് മരണപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? എന്തിന്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒന്നുകിൽ യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് കുരിശു വരച്ചു, അല്ലെങ്കിൽ ബൈബിൾ കയ്യിൽ വച്ചു, പ്രാർത്ഥിച്ചു. ഇതിനു വേണ്ടിയാണ് ലോകത്തെമ്പാടും. അതേ വർഷം തന്നെ ഭാരതത്തിൽ 1600 പേര് ഇക്കാര്യത്തിന് വേണ്ടി തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇത് കണക്കാണ്. യേശുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ചാണകം കഴിക്കേണ്ടി വന്നു, ചെരുപ്പുമാല അണിയേണ്ടി വന്നു. അങ്ങനെ ചെയ്തവർക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പൂമാല കിട്ടി. ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിനെ വളഞ്ഞിട്ട് മാനസികമായി പീഡിപ്പിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സമാധാനത്തിൻ്റെ സാക്ഷികളാകണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം നിൽക്കുകയാണ്. ആർ വി ഡെയർ? തൻ്റെ ഇടമുണ്ടോ? ധൈര്യമുണ്ടോ? പരിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പ വീത കോൺസക്രാത്ത എന്ന് പറയുന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുകയാണ്, സഭയുടെ ആത്മീയ ജീവൻ തുടിപ്പോടെ നിലനിർത്തുന്നവരാണ് റിലീജിയസ്. സഭയുടെ ആത്മീയ ജീവിതം പച്ചകിടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് റിലീജിയസ്. അവരില്ലെങ്കിൽ ഈ പച്ചലിപ്പ് നഷ്ടപ്പെട്ടു പോകും. ഇന്നത്തെ പ്രക്ഷുബ്ധമായ ഈ രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റെല്ലാ കാലത്തേക്കാൾ കൂടുതൽ സമാധാനത്തിൻ്റെ ദൂതരാവാൻ ഈ ഒരു സമയമാണ് ഏറ്റവും നല്ലത്. സന്യാസത്തിൻ്റെ പ്രീ ഫിഗറിങ് നമുക്ക് കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ്. അവിടെ 2 വ്യക്തികളെ ബിബ്ലിക്കലായിട്ട് സന്യാസത്തിൻ്റെ ആദ്യ രൂപമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട്. ഒന്ന് ശമോനാണ്, 2 ഹനയാണ്. ഇവര് ദേവാലയത്തിൽ വസിക്കുകയാണ്. കാലാകാലങ്ങളായിട്ട് വ്രതമെടുത്ത് പ്രതിജ്ഞയെടുത്ത് അതിന് ചുറ്റുപാടും മാത്രം, പള്ളിയിലും അതിന് ചുറ്റുപാടും മാത്രം ഒരൊറ്റ വിഷയമേ അവർക്കുള്ളൂ. നത്തിങ് മോർ, നത്തിങ് ലെസ്. എന്താണ് ആ വിഷയം? രക്ഷകനെ കണ്ടിട്ടേ മരിക്കൂ. രക്ഷകനെ, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായ ഈശോ എന്നെങ്കിലും ആ ദേവാലയത്തിൽ വരും, തിരുദർശനം ഞങ്ങൾക്ക് നൽകും, അത് മതി ഞങ്ങൾക്ക്. ആ രക്ഷകനെ അവർക്ക് കാണുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു കഴിയുമ്പോൾ ഇനിയും ഈ ജീവിതം കർത്താവെ നീ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ് ശമോൻ. സന്യാസത്തിൻ്റെ ആദ്യ പ്രതീകം ഇതാണ്. രക്ഷകനെ കാണുക, സ്വീകരിക്കുക, അതാണ് സമാധാനം. ഈ ലോകത്തെ മുഴുവൻ സമാധാനവും ആ ഒറ്റ വാക്കിൽ കിടപ്പുണ്ട്. രക്ഷകനെ മുഖാമുഖം കാണാനുള്ള സൗഭാഗ്യത്തിലാണ് നമ്മുടെ സന്യാസിമാരും.
കോതമംഗലം രൂപത വികാരി ജനറൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട്, MSJ ജനറൽ സിസ്റ്റർ മെറീന, FCC പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെർലിൻ എന്നിവർ പ്രസംഗിച്ചു. OCD മലബാർ പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ റവറൻ ഡോക്ടർ ജെയിംസ് നിരവത്ത് ക്ലാസ് നയിച്ചു. പ്രൊവിൻഷ്യൽമാരായ സിസ്റ്റർ മറീന CMC, സിസ്റ്റർ മെർലി SABS, സിസ്റ്റർ ലിസി മാത്യു SH, സിസ്റ്റർ കൊച്ചുറാണി SD, സിസ്റ്റർ അഭയ MSJ, സിസ്റ്റർ ലിസി CSN, സിസ്റ്റർ ആശ ജോൺ CHF, സിസ്റ്റർ ടൊമീന SIC, സിസ്റ്റർ ടാൻസി SMS എന്നിവർ സന്നിഹിതരായിരുന്നു. ജൈവ കാർഷികോൽപ്പന്ന സംരംഭമായ സ്പൈസിയ ഡയറക്ടർ ഡോക്ടർ ചൈതന്യ CMC വിഷരഹിത ഭക്ഷ്യോത്പാദനത്തെക്കുറിച്ച് സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റിയുള്ള വീഡിയോ അവതരണം മികവ് പുലർത്തി. തൊടുപുഴ ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസും CRI ഗായക സംഘവും നേതൃത്വം നൽകിയ സംഗീത പരിപാടിയും സിസ്റ്റർ അയോണ MSJയുടെ ഏകാഭിനയവും ശ്രദ്ധേയമായി. CRI പ്രസിഡന്റ് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI സ്വാഗതവും സെക്രട്ടറി സിസ്റ്റർ ഗ്ലോറി CMC നന്ദിയും പറഞ്ഞു. 600-ലേറെ സമർപ്പിതർ പങ്കെടുത്ത സമ്മേളനത്തിൽ ട്രഷറർ സിസ്റ്റർ ക്വീൻസി, കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴി, ഫാദർ ബിജു വെട്ടുകലൽ CMI, ഫാദർ വർഗീസ് വാഴയിൽ ഓഫ് ക്യാപ് തുടങ്ങിയ CRI എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. ഷെഖീന ന്യൂസ്, മൂവാറ്റുപുഴ.